നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ഗംഗാ സപ്തമി ദിനത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാശിയിലെ കാലഭൈരവന്റെ അനുഗ്രഹം തേടിയ ശേഷമായിരുന്നു പത്രികാ സമർപ്പണം. 4 ഘട്ടങ്ങളിലായി 380 സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ 270 സീറ്റുകൾ NDA സഖ്യത്തിന് ലഭിക്കുമെന്ന് അമിത്ഷാ. മോദി സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നുവെന്ന് യോഗി ആദിത്യനാഥ്. ഭാരതത്തിൻ്റെ ആറ്റം ബോംബുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനല്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. മതാധിഷ്ഠിത സംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ. ഭരണഘടന തന്നെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അണ്ണാമലൈ പറഞ്ഞു. ഗംഗാ സപ്തമി ദിനത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാശിയിലെ കാലഭൈരവന്റെ അനുഗ്രഹം തേടിയ ശേഷമായിരുന്നു പത്രികാ സമർപ്പണം. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഗണേശ്വർ ശാസ്ത്രി പ്രധാനമന്ത്രിയുടെ പത്രികയെ പിന്താങ്ങി. രാവിലെ ദശാശ്വമേധ ഘാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗാ പൂജ നടത്തി. പിന്നീട് കാലഭൈരവന്റെ അനുഗ്രഹം തേടി. 12 മണിയോടെ കളക്ടറേറ്റിലെത്തിയ പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഗണേശ്വർ ശാസ്ത്രി, വാരണാസിയിലെ RSS പ്രവർത്തകനായ ബൈജ്നാഥ് പട്ടേൽ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സഞ്ജയ് സോൻഗർ, ലാൽചന്ദ് കുശ്വഹ എന്നിവർ പ്രധാനമന്ത്രിയുടെ പത്രികയെ പിന്താങ്ങി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം NDAയുടെ 25ഓളം നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. 2019 4,79,505 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി ഇവിടെ നിന്നും വിജയിച്ചു കയറിയത്. ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 9 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കടക്കുമെന്ന് വാരണാസി നിവാസികൾ ഒരുപോലെ പറയുന്നു. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാകും പ്രധാനമന്ത്രി ഇവിടെ നിന്നും ഇക്കുറി വിജയിച്ചു കയറുക. കാശിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, ഏറെ കൗതുകമുള്ള പല കാര്യങ്ങളും നമുക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ കാണാൻ സാധിച്ചു. അതിൽ പ്രധാനമായി പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ യോഗി വര്യൻ തന്നെയാണ് അദ്ദേഹത്തെ പിന്താങ്ങിയത് എന്നാണ്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തോടൊപ്പം കൂട്ടിയ ആ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ ഒപ്പം കൂട്ടിയവരെ കാണിച്ച് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ സന്ദേശം എന്താണ്? ആ ഒപ്പം കൂട്ടിയവരുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതിൻ്റെ പ്രധാന സന്ദേശം എന്താണ്? ഗൗതം എങ്ങനെ വിലയിരുത്തുന്നു? ഈ ലോക്സഭാ ബിൽ BJP ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു എന്ന കൃത്യമായ തന്നെയാണ് പ്രധാനമന്ത്രി പത്രിക സമർപ്പണത്തിലും കൃത്യമായി കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് ഗണേശ് ആണ്. ഇപ്പോൾ രാംലല്ലയുടെ പ്രതിഷ്ഠ ജീവൻ നൽകിയത് അല്ലെങ്കിൽ പ്രാണൻ നൽകിയത് അങ്ങനെയുള്ള ഒരു പൂജാരി. അദ്ദേഹം കാശിയിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിറ്റാണ്. വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പൂജകൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പത്രികാ സമർപ്പണത്തിൽ കൂടെ കൂട്ടിയത്. ഒപ്പം മറ്റൊരു സന്യാസി വര്യനായ ഗോരഖ്പൂർ മഠത്തിന്റെ UPയുടെ മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥുമായി ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഈ പത്രിക സമർപ്പിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്ത് നമുക്കറിയാം BJPയുടെ വലിയ ഒരു പട തന്നെ, BJPയുടെയും മുതിർന്ന നേതാക്കളുടെ നീണ്ട തന്നെ അവിടെ നമുക്ക് കാണാമായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനാൽ പ്രചരണം കാശിയിൽ കൂടുതൽ പക്ഷെ ഇന്നലെയും ഇന്നുമായി വലിയ ആഘോഷമായിരുന്നു. പ്രധാനമന്ത്രി എപ്പോഴിവിടെ വന്നാലും ഇവിടെ ഒരു ആഘോഷ അന്തരീക്ഷം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അദ്ദേഹം ഒരു പടുകൂറ്റൻ റോഡ് ഷോ കൂടി നടത്തി. അതിനുശേഷം ഇന്ന് പത്രിക സമർപ്പിക്കാൻ എത്തിയതും വൻ ആഘോഷമായിട്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ നിന്നും ജാർഖണ്ഡിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. ശേഷം ഡൽഹിയിലേക്കും അദ്ദേഹം യാത്ര തിരിച്ചിട്ടുണ്ട്. ഗൗതം, തീർച്ചയായും നമുക്കിപ്പോൾ അറിയാവുന്നതാണ് പ്രധാനമന്ത്രി 2014 മുതൽ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നമുക്കറിയാം, നേരത്തെ പലതവണ ഗൗതം പകൽ വാർത്തകളിലെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഇടതുപക്ഷം പോലും ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണിത്. പക്ഷേ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഗൗതം ഇന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ടു,
ഈ വലിയ ഭൂരിപക്ഷത്തിൽ, ഭാരതം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു കയറാനുള്ള സാധ്യതകൾ 60% വോട്ടുകൾ നേടി അദ്ദേഹം ജയിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ. അത്തരത്തിൽ വൻതോതിലുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിനും അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനും കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും അതിൻ്റെ ആ അലയൊലികൾ കാണാൻ സാധിക്കുന്നു. ഇത്തവണ ആ പ്രദേശത്ത്, അതായത് നമുക്കറിയാവുന്നതാണ്, രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ആ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശിലാന്യാസം നടത്തിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിച്ച വ്യക്തി തന്നെ അദ്ദേഹത്തെ പിന്താങ്ങുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ സാധ്യതകൾ, എത്ര വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം എത്രയായിരിക്കും, അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ കൂടി നടത്തിയാൽ ഏറെ ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു. ഗൗതം. ഐസൻ, രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, അയോധ്യ എപ്പോഴെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു ആ ഘട്ടങ്ങളിലെല്ലാം BJP രാഷ്ട്രീയമായി വലിയ തോതിൽ ഗുണം ലഭിക്കാറുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെ ആദ്യമായി BJP അധികാരത്തിൽ എത്തുന്നത് തന്നെ UP-യിൽ തന്നെ കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ ആദ്യ സർക്കാർ രൂപീകരിക്കുന്നത് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റം തുടങ്ങുന്ന അതിന്റെ പ്രക്ഷോഭം വിശ്വ ഹിന്ദു പരിഷത്തും BJP-യും ഏറ്റെടുക്കുന്ന 80-കളുടെ അവസാനത്തിലാണ്. അത് പ്രധാന യജമാന സ്ഥാനത്തിരുന്ന് അത് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അതിനുശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് രാഷ്ട്രീയമായി അത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലാണ് അയോധ്യ ഉള്ളത്. അയോധ്യയും വാരണാസിയും ഒക്കെ അടുത്തടുത്ത നഗരങ്ങളാണ്. ഏതാണ്ട് 250 കിലോമീറ്ററിനകത്താണ് വാരണാസിയും അയോധ്യയും തമ്മിലുള്ള ദൂരം. അത്ര ചെറിയ ദൂരമാണ്. പൂർവാഞ്ചൽ ബെൽറ്റിലാണ് വാരണാസി എങ്കിൽ പൂർവാഞ്ചലിനോട് ചേർന്നുള്ള അയോധ്യ വരുന്നത്. അത് അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം അത് ഗോരഖ് ബെൽറ്റിലും, ഒപ്പം പശ്ചിമ ഉത്തർപ്രദേശ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ നിലകൊള്ളുന്ന മധുരയിലുമെല്ലാം അത് രാഷ്ട്രീയമായി BJP-ക്ക് ഗുണം ചെയ്യും. അയോധ്യയുടെ എഫക്റ്റ് അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലുമുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം പ്രധാനമന്ത്രിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം വാങ്ങി സാധ്യതയാണ്. നിലവിൽ ലോക്സഭയിലെ റെക്കോർഡ് ഭൂരിപക്ഷം എന്നത് 2014 ബീഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗോപിനാഥ് മുണ്ടയുടെ ഇളയ മകൾ പ്രീതം മുണ്ടയ്ക്ക് ലഭിച്ച 6,96,000 എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലോക്സഭയുടെ ചരിത്രത്തിൽ. അതിനുശേഷമുള്ള രണ്ടാമത്തെ ഭൂരിപക്ഷം BJP-യുടെ ഗുജറാത്ത് ഘടകത്തിന്റെ അധ്യക്ഷനായ CR പാട്ടീൽ നവസാരയിൽ 2019 നേടിയ 6,89,000 വോട്ടുകളാണ്. പ്രധാനമന്ത്രി ഈ റെക്കോർഡുകൾ കടത്തിവെട്ടി ഒരു 7 ലക്ഷം 8 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ഇവിടെ നിന്നും വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. തീർച്ചയായും മറ്റൊരു പ്രധാന കാര്യം കൂടി ഗൗതത്തിനോട് ചോദിക്കാനുള്ളത്, നമുക്കറിയാവുന്നതാണ്, ഇന്ന് അമിത്ഷാ ഒരു വലിയ ഒരു പ്രസ്താവന തന്നെ നടത്തുകയുണ്ടായി. അതായത് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നും 770-ലേറെ സീറ്റുകൾ ഇപ്പോൾ തന്നെ കരസ്ഥമാക്കാൻ BJP-ക്ക് സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും വൻ മുന്നേറ്റം നടത്താനുള്ളൊരു സാധ്യത തന്നെയാണ് BJP-ക്ക് ഉള്ളതെന്ന് ഇന്ന് പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഈ 2 ദിവസങ്ങളിലായി നമ്മൾ കാണുകയും ചെയ്തു. തീർച്ചയായും 400 കടക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്ര കണ്ട് മൈലേജ് നൽകുന്നത്, അല്ലെങ്കിൽ എത്ര കണ്ട് ഊർജ്ജം നൽകുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ വാരണാസിയിലെ സന്ദർശനവും എല്ലാം തന്നെ. ഗൗതം. ഇപ്പോൾ 4 ഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞ ശേഷം അമിത്ഷാ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. കേവല ഭൂരിപക്ഷം വേണ്ട നമ്പർ ഈ 4 ഫേസിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് BJP-യുടെ പ്രവർത്തകർക്കും. ഒപ്പം ഈ 3 ഫേസിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും 3 ഫേസ് കാശിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവിടേക്ക് പ്രചരണം പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. അതായത് ഇതിനകം തന്നെ 272 എന്ന നമ്പർ കടക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് BJP-യുടെ ഇൻസൈഡ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം RSS ഉൾപ്പെടെയുള്ള സംഘടനകളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെയുണ്ട്. സംഘത്തിന്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ പലതും BJP-യെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉത്തരഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും നടത്തുന്നു. അതിനാൽ സംഘടനയുടെ അകത്തുള്ള സർവേ പ്രകാരം ഇതിനകം BJP ഒരു സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇനിയും കൂടുതൽ സീറ്റുകൾ BJP-ക്ക് ലഭിക്കും. കാരണം ഈ വാരണാസിയൊക്കെ അടങ്ങുന്ന പൂർവാഞ്ചൽ എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള ബെൽറ്റാണ്. അവിടേക്കാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിനാൽ ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു 400-ന് മുകളിലേക്ക് NDA-ക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് BJP നേതൃത്വത്തിന്റെ അടിയുറച്ച വിശ്വാസം. നന്ദി ഗൗതം. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. വയനാട്ടുകാർ രാഹുലിനെ പാഠം പഠിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
വയനാട്ടിലേക്കുള്ള രാഹുലിൻ്റെ കൂടുമാറ്റം UP-യിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഒരു തവണ പോലും അമേഠി സന്ദർശിക്കാൻ രാഹുൽ തയ്യാറായില്ല. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി രാഹുലിനെ വിമർശിച്ചത്. രാമക്ഷേത്രം സന്ദർശിക്കാൻ വിമുഖത കാണിച്ച കോൺഗ്രസ് ഇപ്പോൾ ഭീതിയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. NDA കേവല ഭൂരിപക്ഷം കടന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 4 ഘട്ടങ്ങളിലായി 380 സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ 270 സീറ്റുകൾ NDA സഖ്യത്തിന് ലഭിക്കും. അതേസമയം 4ാം ഘട്ടം കഴിഞ്ഞതോടെ BJP-യുടെ നില താഴ്ന്നതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ആരോപിച്ചു. 400 സീറ്റുകൾക്കായാണ് BJP പോരാടുന്നത്. 4 ഘട്ടങ്ങളിലായി രാജ്യത്തെ 380 സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 270 സീറ്റുകൾ NDAക്ക് ലഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിലെ ബംഗാവൂണിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. 380 सीटों का चुनाव पूरा हो गया है. बंगाल में 80 सीटों का चुनाव पूरा हो 18 सीटों का चुनाव पूरा हो गया है. आज मैं बताकर जाता हूं कि 380 सीट में मोदी जी 270 सीट लेकर पूर्ण बहुमत प्राप्त कर चुके हैं. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങൾ അവസാനിച്ചപ്പോൾ BJP-യുടെ ഗ്രാഫ് താഴ്ന്നതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചു. 4 चरणों का चुनाव हो चुका है और जो साथी जानकार होंगे वो जानते होंगे कि भाजपा अब नीचे जाती जा रही है और भाजपा का ग्राफ गिरता जा रहा है. 20-നാണ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 46 മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുക. ജനം, ഡൽഹി. മോദി സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നുവെന്ന് യോഗി ആദിത്യനാഥ്. പാകിസ്ഥാന്റെ കൈവശം ആറ്റം ബോംബുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ആറ്റം ബോംബുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനല്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് BJP നേതൃനിരയിൽ നിന്ന് ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ കൈവശം ആറ്റം ബോംബുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ഭയം. ഭാരതത്തിന്റെ കൈവശമുള്ള ആറ്റം ബോംബുകൾ ആവശ്യത്തിന് പ്രയോഗിക്കാനുള്ളതാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. गरीब के प्रति यह कार्य करने वाली सरकार और दूसरी तरफ कांग्रेस और सपा के लोग एक तरफ राम का विरोध करते हैं और दूसरी तरफ पाकिस्तान का समर्थन कहते हैं. पाकिस्तान का विरोध मत करो, उसके पास एटम बम है. अरे हमने कहा उससे पावरफुल एटम बम हमारे पास भी है, चिंता मत करो. उसका एटम बम फेंकने के लिए है तो हमारे पास हमारा एटम बम फ्रीज में रखने के लिए नहीं है. हम भी छेड़ेंगे नहीं, लेकिन कोई छेड़ेगा तो फिर छोड़ेंगे भी नहीं, और कहीं भी होगा. ഒരു പക്ഷത്ത് മോദി സർക്കാർ പാവപ്പെട്ട വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും പാകിസ്ഥാനോടാണ് പ്രണയം. ഇത്തരം പ്രവൃത്തികളിൽ യാതൊരു ജാള്യതയും ഇക്കൂട്ടർക്കില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അമേഠിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു യോഗി. നാഷണൽ ഡെസ്ക്, ജനം. മതാധിഷ്ഠിത സംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ. ഭരണഘടന തന്നെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തമിഴ്നാട് ദേശീയതയ്ക്കൊപ്പം ചിന്തിക്കാൻ ആരംഭിച്ചുവെന്നും ജനം TV-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കെ അണ്ണാമലൈ പറഞ്ഞു. മുസ്ലിം വിഭാഗങ്ങൾക്ക് സംവരണം നൽകാനുള്ള കോൺഗ്രസിന്റെ നീക്കം ഭരണഘടന അട്ടിമറിക്കലാണ്. കർണാടകയിലെ മുഴുവൻ വിഭാഗം മുസ്ലിംകൾക്കും കോൺഗ്രസ് സംവരണം നൽകി. ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള നീക്കമാണ് കോൺഗ്രസിന്റേത്. ഭരണഘടന അട്ടിമറിക്കാനുള്ള കോൺഗ്രസ് തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നും BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ജനം TV-യോട് പറഞ്ഞു. Without changing a constitution, you cannot bring communal based reservation. 4% in Telangana, which got struck in High Court of Hyderabad. Then they went to Supreme Court. Same thing happened in Andhra. Tamil Nadu, Kalangarji gave 3.5% to Muslim and Christians. Again, it got into certain controversy. Now the whole sum of it, sir. We are only calling out Congress as unconstitutional, Congress as anti-national in thinking. You want to give minority-based tenders. തമിഴ്നാട്ടിലെ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തമിഴ് ജനത ദേശീയതയോട് കൂടുതൽ അടുക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ തമിഴർക്ക് ഏറെ സ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
സാമ്പത്തിക അടിസ്ഥാനത്തിലായിരിക്കണം സംവരണം തീരുമാനിക്കേണ്ടത്. ഭരണഘടന ഉറപ്പാക്കുന്ന തുല്യത നിലനിർത്തി വേണം സംവരണം നടപ്പാക്കാനെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജനം. ഇത്തവണ റായ്ബറേലിയിലും രാഹുൽ നേരിടുന്നത് കടുത്ത വെല്ലുവിളി. അമേഠിയിൽ വന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റായ്ബറേലിയിൽ BJP പ്രചരണം. എന്നാൽ രാഹുൽ മണ്ഡലത്തിലേക്ക് പ്രചാരണത്തിനായി എത്തുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. പതിറ്റാണ്ടുകൾ അമേഠിയെയും റായ്ബറേലിയെയും പ്രതിനിധീകരിച്ച നെഹ്റു പരിവാറിനെ ചൂണ്ടിക്കാണിക്കാനുള്ളത് സഞ്ജയ് ഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് നടപ്പാക്കിയ ചുരുക്കം വികസന പദ്ധതികൾ മാത്രമാണ്. ഇന്ദിരാഗാന്ധി, സോണിയ, രാഹുൽ തുടങ്ങിയവരുടെ സംഭാവന വട്ടപൂജ്യം. എന്നാൽ 5 വർഷം മാത്രം അമേഠിയിൽ MP ആയ സ്മൃതി ഇറാനിക്ക് ഏറെ അവകാശപ്പെടാൻ കഴിയും. ചുരുങ്ങിയ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അമേഠിയിൽ നിർമ്മിച്ചത് 1.5 ലക്ഷത്തോളം വീടുകൾ, 4 ലക്ഷം ശൗചാലയങ്ങൾ നൽകി. അമേഠി ജില്ലയ്ക്ക് സ്വന്തമായി ഭരണസിരാ കേന്ദ്രം സ്ഥാപിച്ചു. അതിവേഗ പാതകൾ വന്നു. ഗൗരവ്ഗഞ്ചിലെ റെയിൽവേ സ്റ്റേഷൻ അത്യാധുനിക രീതിയിൽ വികസിപ്പിച്ചു. जिला तो बहुत पहले बन गया, मायावती जी के ज़माने में बना और उसके बाद में सरकारें रही गई, लेकिन कलेक्ट्रेट बना वो स्मृति ईरानी जी के आने के बाद बना। 2019 के पहले तक यहाँ कुछ नहीं था। कलेक्ट्रेट ऑफिस अभी भी यहाँ तहसील गौरीगंज के बिल्डिंग में चल रहा है। कलेक्ट्रेट ऑफिस इस समय वर्तमान में तैयार है, शायद किसी कानूनी कारणों से नहीं हो पाया। देखिए, राहुल गांधी यहाँ से रायबरेली चले गए, पिछली बार यहाँ से हार गए थे। क्योंकि 5 साल में जो विकास स्मृति ईरानी जी ने किया यहाँ पे, और वो 15 साल वो रहे, उसके 5 साल पहले उनकी माताजी रही। 99 से 4 तक उनकी माताजी रही, 4 से 19 तक वो रहे। तो चूँकि 20 साल में जब उन्होंने कुछ नहीं किया, तो क्या आके यहाँ जनता से क्या कहते कि हमने क्या किया था 20 साल में और 5 साल में इन्होंने क्या किया है। आप समझिए कि अमेठी जाने के लिए आप किसी भी रोड से कहीं भी आप चले जाते, आप कभी जा नहीं सकते थे। हाँ, विकास हुआ है, बहुत विकास हुआ है। पूरा बाईपास वगैरह सब कुछ उन्हीं की देन है। और लगातार योजना 5 साल बनी रही, क्षेत्र में आती जाती रही, देखते रही, मिलते रही, सुख दुख में आती जाती रही। हमको लगता है वही जीतेंगे. 5 വർഷത്തിൽ അമേഠിയിൽ വന്ന ഈ മാറ്റമാണ് അയൽവക്കത്ത് റായ്ബറേലിയിൽ BJP പ്രചരണായുധമാക്കുന്നത്. കഴിഞ്ഞ തവണ സോണിയയുടെ ഭൂരിപക്ഷം 1 ലക്ഷമാക്കി ചുരുക്കിയ ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് ഇത്തവണ BJP കളത്തിലിറക്കിയത്. 2019 അമേഠിയിൽ സംഭവിച്ചത് ഇത്തവണ റായ്ബറേലിയിലും ആവർത്തിക്കുമെന്ന് BJP നേതൃത്വം അവകാശപ്പെടുന്നു. റായ്ബറേലിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. ഹിമാചൽ പ്രദേശ് മാണ്ഡിയയിൽ BJP സ്ഥാനാർത്ഥി കങ്കണ റണൌത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മാണ്ഡിയിലെ ജനങ്ങൾ സ്നേഹവും വോട്ടും നൽകി തന്നെ വിജയിപ്പിക്കുമെന്നും കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ മാനസികാവസ്ഥയിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും കങ്കണ റണൌത്ത് പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയിൽ മെഗാ റോഡ് ഷോ നടത്തിയതിനു ശേഷമാണ് സിനിമാ താരവും BJP സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മാണ്ഡിയിലെ ജനങ്ങൾ അവരുടെ സ്നേഹവും വോട്ടും നൽകി തന്നെ വിജയിപ്പിക്കുമെന്ന് കങ്കണ റണൌത്ത് പറഞ്ഞു. ഇന്ന് രാജ്യത്തെ സ്ത്രീകൾ എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ്. മാണ്ഡിയിലെ സ്ത്രീകളും വിദ്യാഭ്യാസ മേഖലയിലും ബിസിനസ് രംഗത്തും സൈന്യത്തിലും രാഷ്ട്രീയത്തിലും ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നുണ്ടെന്നും കങ്കണ പറഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകളും മാനസികാവസ്ഥയും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും കങ്കണ റണൌത്ത് വ്യക്തമാക്കി. बेटियों का पैदा होना अब भारतवर्ष में एक दुर्भाग्य न मानकर एक सौभाग्य की बात मानी जाती है। और आपको जानकर खुशी होगी कि गोद लेने में भी जो है बेटियों को ही प्राथमिकता मिल रही है, लोग बेटियों को ही गोद लेना चाह रहे हैं। कांग्रेस की जो है देशद्रोही मानसिकता जो है वो एक पूरे देश के लिए जो है वो एक चिंता का विषय थी। अवश्य ही उससे जो है लड़ने के लिए देशद्रोही मानसिकता, महिलाओं के प्रति जो उनकी नीच सोच है. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും സംസ്ഥാനത്തെ മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ജൂൺ 1 അവസാന ഘട്ടത്തിലാണ് മാണ്ഡി ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. ജനം, ഡൽഹി. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ പ്രതീകാത്മകമായി പറഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP. വിദ്വേഷ പ്രസംഗമെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്.
രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണ് പരാതിക്ക് ഇടയാക്കിയത്. കഴിഞ്ഞ മാസം രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. രാജ്യത്തിന്റെ സമ്പത്തിൽ മുസ്ലിങ്ങൾക്കാണ് ആദ്യ അവകാശമെന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പരാമർശത്തെ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ പ്രസംഗിച്ചത്. എന്നാൽ ഇത് വിദ്വേഷ പ്രസംഗമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇത് സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിൽ നൽകിയ മറുപടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ കടമെടുത്താണ് മോദി പ്രസംഗിച്ചതെന്ന് പാർട്ടി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. കുടിയേറ്റക്കാർ എന്ന പ്രയോഗം പ്രതീകാത്മകമായി പറഞ്ഞതാണെന്നും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം 25-ന് നൽകിയ നോട്ടീസിന് 29-ന് മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം. മറുപടി തയ്യാറാക്കാൻ BJP സമയം നീട്ടി ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ എന്നിവർ നടത്തിയ പരാമർശങ്ങളിലും കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച കോൺഗ്രസും നോട്ടീസിന് മറുപടി നൽകി. ഈ രണ്ട് മറുപടികളും പരിശോധിച്ച ശേഷമാകും കമ്മീഷൻ നടപടി സ്വീകരിക്കുക. ജനം, ഡൽഹി. ഹരിയാനയിലെ BJP സർക്കാരിനെ താഴെ ഇറക്കാനുള്ള കോൺഗ്രസിന്റെ നാടകം ദയനീയമായി പരാജയപ്പെട്ടതായി മുൻ മുഖ്യമന്ത്രിയും കർണാൽ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ മനോഹർ ലാൽ ഖട്ടർ. ഹരിയാനയിൽ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര MLA-മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹരിയാനയിൽ BJP സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകം ദയനീയമായി പരാജയപ്പെട്ടെന്ന് മുൻ മുഖ്യമന്ത്രിയും കർണാൽ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സർക്കാർ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് BJP ഏറെ മുന്നിലാണെന്നും 2019-ന് സമാനമായി ഹരിയാനയിലെ 10-ൽ 10 സീറ്റുകളും BJP സ്വന്തമാക്കുമെന്നും മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. तो जो पार्टी इतने नीचे लेवल तक अपने जनता को और खास करके जनता पार्टी की जो उपलब्धियां हैं, पार्टी की जो नीतियां हैं, वो जनता तक पहुंचाने में कामयाब हुई है. आने वाले 7 दिन के अंदर और इसको मजबूती से करेंगे. हरियाणा की 10 की 10 लोकसभा की सीटें और एक विधानसभा जहां हमारे मुख्यमंत्री लड़ रहे हैं, करनाल विधानसभा, वो भी हम जीतेंगे. ബൂത്ത് തലത്തിൽ BJP ശക്തമാണെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തി വോട്ട് പിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിറകെ ഈ വർഷം തന്നെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. ജനം, ഡൽഹി. ഇന്നത്തെ മഹാഭാരതം സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്തേ.